വളരെ റീസെന്റ് ആയിട്ടുള്ള ആലപ്പിയിലുണ്ടായ ഒരു ആക്സിഡന്റ്, അത് മോസ്റ്റ് ഓഫ് യു ആൾ ആർ അവെയർ ഓഫ് ഇറ്റ്. 11 പേരടങ്ങിയ ഒരു സ്റ്റുഡൻസിന്റെ കാറ് KSRTC ബസ്സിൽ ഇടിച്ചിട്ട് 5 സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന 5 സ്റ്റുഡൻസിന്റെ ഒരു ട്രാജിക് ഡെത്ത് ഹാപ്പൻ. അപ്പോൾ അതിനകത്ത് ഞാൻ അതിന്റെ വീഡിയോസ് കണ്ടായിരുന്നു. സോ ആ വീഡിയോസ് എനിക്ക് മനസ്സിലായത് പ്രകാരം ദിസ് ഈസ് ദ റോഡ് വാസ് വെറ്റ്, അതായത് വളരെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സമയവും ആ സമയത്ത് ഒരു 11 പേര് എന്ന് പറയുമ്പോൾ വെരി ഹെവി മാസ്. ദ കാർ വാസ് നോട്ട് അറ്റ് എ വെരി ഹൈ സ്പീഡ്. അപ്പോൾ അവിടെയാണ് ഈ ടോപ്പിക്കും ഈ പറഞ്ഞ സംഭവത്തിന്റെ റിലവൻസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഒന്ന്, ഐ അസ്യൂം ദ ടയർസ് ആർ ഇൻ ഗുഡ് കണ്ടീഷൻ. അപ്പോൾ ടയർ നല്ല ഒരു കണ്ടീഷനുള്ള ടയർ ആയിരിക്കാം. ഒരുപക്ഷെ ടയറിന്റെ റീസൺ ആവണമെന്നില്ല. പക്ഷെ എനിക്ക് ആ വീഡിയോ ഒന്ന് മനസ്സിലായുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. സോ ദർ ഇസ് എ സ്മോൾ ലെയർ ഓഫ് വാട്ടർ. ഇതിനെയാണ് നമ്മൾ ടയർ ടെർമിനോളജിയിൽ അല്ലെങ്കിൽ വെഹിക്കിൾ ടെർമിനോളജിയിൽ അക്വാ പ്ലാനിങ് ഓർ ഹൈഡ്രോ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ദിസ് ബേസിക്കലി നത്തിങ്, റോട്ടിലുണ്ടാവുന്ന ഒരു തിൻ ലെയർ ഓഫ് വെള്ളത്തിന് കൂടെ നമ്മൾ വണ്ടി പോകുമ്പോൾ ടയറിന്റെ മുകളിലുള്ള ഗ്രൂസിന്റെ ഉള്ളിൽ കൂടെ വെള്ളം മാറിയിട്ട് വേണം ഈ ടയറിന് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഗ്രൂസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ട്രെഡിന്റെ മെയിൻ പർപ്പസ് ഈ വെള്ളത്തിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള കുറെ ഗ്രൂവ്സ് കാണാം ടയറിന്റെ പുറത്ത്. സോ ദോസ് ആർ മെൻ ഫോർ ഈ പറഞ്ഞ വെള്ളത്തിനെ മാറ്റാനുള്ളതാണ്. മാറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രിപ്പ് കിട്ടുള്ളൂ. സോ ആ വെള്ളത്തിൽ കൂടെ ഈ ടയർ പോകുമ്പോൾ ആ ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ അത് വലിയ ഹൈ സ്പീഡ് ആവണമെന്നൊന്നുമില്ല, ഒരു 30-40 km/h ആയാലും മതി. ഈ വെള്ളം ഇതിനകത്ത് കൂടെ കയറി പോവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പം അതിനേക്കാളും കുറച്ച് സമയമാണെങ്കിലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വെള്ളമുണ്ടെങ്കിലോ, അപ്പോൾ രണ്ട് കേസിലും ഈ ഇൻസിഡന്റ് വരാം. ഒന്ന് ഹെവി ലെയർ ഓഫ് തിക്ക് വാട്ടറിൽ പോയി കഴിഞ്ഞാലും സംഭവിക്കാം, തിൻ വാട്ടറിലും നമ്മൾ ഹൈ സ്പീഡിൽ പോയാലും. അപ്പോൾ ഈ വെള്ളത്തിന് ഈ ഗ്രൂസിൽ കൂടെ പോകാനുള്ള സമയം കിട്ടണില്ല. അതിന് മുമ്പ് ടയർ കയറി പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ടയർ വിൽ ഫ്ലോട്ട്. അപ്പോൾ ഈ പ്രതിഭാസമാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രോ പ്ലാനിങ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിൽ അങ്ങനത്തെ ഒരു ഫീൽ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിച്ചു കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ബിക്കോസ് ഈ പറഞ്ഞ എല്ലാ ആക്ഷൻസും, സഡൻ ആക്സലറേഷൻ, സഡൻ ബ്രേക്കിംഗ്, സ്റ്റിയറിംഗ് എന്നൊക്കെ പറയുന്നത് സംഭവിക്കണമെങ്കിൽ ടയർ ഷുഡ് ബി ഇൻ ടച്ച് വിത്ത് ദ ഗ്രൗണ്ട്. അപ്പോൾ അല്ലാത്തടത്തൊക്കെ നമ്മൾ ഒരു ആക്ഷനും ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വണ്ടി മറിയാനോ വണ്ടി പാളിപ്പോവാനോ ഓപ്പോസിറ്റ് ട്രാക്കിലോട്ട് പോകാനോ ആക്സിഡൻസ് ഉണ്ടാവാനോ ഒക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. 90%ഉം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇറ്റ്സ് ലൈക്ക് എ ബർമുഡ ട്രയാങ്കിൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ, ഒന്ന് ഒബ്വിയസ്ലി വളരെ സ്ലോ ആയിട്ട് മഴക്കാലത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണുന്ന വെള്ളം തിക്ക് ലെയർ ഓഫ് വെള്ളം ആവണമെന്നില്ല. അതിൽ കൂടെ പോകുമ്പോൾ പോലും വളരെ തിൻ ലെയറായ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ പോലും ഡ്രൈവ് സ്ലോലി, ഒരു 30-35 km സ്പീഡിനേക്കാളും കൂടുതൽ ഓടിക്കാതിരിക്കുക. ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ സഡനായിട്ട് ടേൺ ചെയ്യാനോ സഡനായിട്ട് ആക്സലറേറ്റ് ചെയ്ത് കടന്നു പോകാനോ അല്ലെങ്കിൽ സഡനായിട്ട് ബ്രേക്ക് ചെയ്യാനോ ഒന്നും ശ്രമിക്കാണ്ടിരിക്കുക. ബിക്കോസ് ഈ പറഞ്ഞ ഫോഴ്സുകൾക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലവൻസ് അവിടെയില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല സെറ്റ് ഓഫ് ടയേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ പുതിയ ടയറോ അല്ലെങ്കിൽ നല്ല ട്രെഡ് ഡീപ്പായിട്ടുള്ള ടയറുകളാണെങ്കിൽ ദർ ഇനഫ് സ്പേസ് ഫോർ ദ വാട്ടർ ടു ഡിസ്പേഴ്സ്. അപ്പോൾ ആ ഒരു ഫാക്ടറും, അപ്പോൾ നല്ല സെറ്റ് ഓഫ് ടയേഴ്സ് ഉപയോഗിക്കുക, സ്ലോ ആയിട്ട് ഓടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ടു കം ഔട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. ബി വെരി കെയർഫുൾ വൈൽ യു ഡ്രൈവ് ഓൺ, മഴക്കാലത്ത് പ്രത്യേകിച്ചും. ആൻഡ് ഈ കേസിൽ സംഭവിച്ചുള്ളത് പ്ലസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അകപ്പെടുകയും ചെയ്തു, പ്ലസ് ഈ 11 ആൾക്കാരുടെ വെയിറ്റ്, ഇറ്റ്സ് എ ഹെവി മാസ് ഓഫ് 11 പീപ്പിൾ. അതൊന്നും നമുക്ക് പിന്നെ ഒരിക്കലും ഒരു ബ്രേക്കിംഗ് ആക്ഷനോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. നേരെ കൊണ്ടുപോയി ഈ 11 മാസും പ്ലസ് ദ വെഹിക്കിൾ വെയിറ്റും ഈസ് ഗോയിങ് ആൻഡ് ബാങ്ങിങ് ഓൺ KSRTC ബസ്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നതിലാണ് ഇങ്ങനത്തെ ഒരു, അല്ലാതെ പഴയതായതുകൊണ്ടും അല്ല ഈ ആക്സിഡന്റ് ഉണ്ടായത്. I was reading couple of comments that it might be because it's a 15-year-old car. 15-year-old car ആയതുകൊണ്ടല്ല സംഭവിച്ചിട്ടുണ്ടാവുക. This would have happened because of these two reasons. Heavy mass, hydro planning, probably a worn out tire as well. അത് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ 2-3 റീസൺസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രാജിക് ഇൻസിഡന്റ് ഉണ്ടായത്. സോ എല്ലാവരും സൂക്ഷിക്കുക, മഴക്കാലത്ത് പ്രത്യേകിച്ചും. ഓവർലോഡ് ചെയ്ത് ഓടിക്കാതിരിക്കുക, ഓടിക്കുമ്പോൾ സ്ലോയിൽ ഓടിക്കുക, മഴ പെയ്യുണ്ടെങ്കിൽ വളരെ സ്ലോയിൽ പോവുക. ഇതൊക്കെയാണ് എൻ്റെ സജഷൻസ്. ടേക്ക് കെയർ.